ഇലയെല്ലാം കീറി ഞാൻ കൊച്ചതായിട്ട് അരിഞ്ഞു കൊണ്ടുവന്നു. ഇനി ഇതിൽ ചേർക്കേണ്ട സാധനങ്ങൾ കടലമാവ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അയമോദകം, കായപ്പൊടി, വെള്ളം, ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. ഇപ്പം ആദ്യം കുറച്ചിടാം, വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഉപ്പ്, അയമോദകം, കായപ്പൊടി, മുളക് പൊടി. ഇനി നമുക്കിത് കുഴച്ചെടുക്കാം. കാര്യം പറയാൻ മറന്നുപോയി, ഇച്ചിരി പുളി പിഴിഞ്ഞതും കൂടെ ചേർക്കണം. ചില ഇലയ്ക്ക് ഒരു ചൊറിച്ചിൽ കാണും, ആ ചൊറിച്ചിൽ മാറ്റാനാണ് ഈ പുളി ഒഴിക്കുന്നത്. ഈ പരുവത്തിന് കുഴച്ച് വെക്കണം. അധികം വെള്ളവും ആവരുത്, അധികം കട്ടിയും ആവരുത്. ഇനി നമുക്ക് ആവിയിൽ പുഴുങ്ങാൻ വെക്കാം. ആവിയിൽ പുഴുങ്ങാൻ ഞാൻ വെള്ളം ഒഴിച്ച് അതിനകത്ത് ഒരു തിരികയും ഇട്ട് അതിൻ്റെ മേലിൽ നമുക്ക് ഈ പാത്രം വെക്കാം. ഇച്ചിരി എണ്ണ തൂത്തതാ ഇതിനകത്ത്. നമുക്ക് ഇങ്ങനെ വെച്ച് ആവിയിൽ പുഴുങ്ങി എടുക്കാം. വെച്ച് ഇനി നമുക്ക് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കാം. പുഴുങ്ങിയെടുത്താണ് ഇത്. നമുക്ക് കൊച്ചു കൊച്ചു പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. തൈരിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ്. കൊഴുപ്പിന് വേണ്ടി ഇച്ചിരി കടലമാവ് നമുക്ക് കലക്കി ചേർക്കാം. ഇത് ഇതിനകത്തോട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ഇതിന് ഇന്ന് ഇച്ചിരി താളി ഉണ്ടാക്കാം. ഞായറാഴ്ച ദിവസം അതിന് വേണ്ടി ഇച്ചിരി അരി അടുപ്പത്ത് ഇടാം. പച്ചരി. ഇത് മൊത്തം വേവിക്കേണ്ട, പകുതി വേവായിട്ട് നമുക്ക് ഊറ്റിയെടുക്കണം. അരി വേകുമ്പോഴത്തേക്ക് നമുക്ക് കടി ഉണ്ടാക്കാനുള്ള ഇത് വറുത്ത് കോരി എടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഇതിലോട്ടിട്ട് വറുത്തെടുക്കാം. ഇത് ഇത്രയും വറുത്ത് കോരി ഇനി നമുക്ക് മോരുകറി മാതിരി ഇത് ഉണ്ടാക്കണം. അതിന് ആദ്യം കടുക് വറുക്കാം. ആ എണ്ണയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. കടുക് ഇടാം. കരിയാപ്പിലയും വറ്റൽമുളകും ഇടാം. ജീരകപ്പൊടി, ഉലുവാപ്പൊടി 1/2 സ്പൂൺ വീതം ഇട്ടാൽ മതി. ഞാനൊരു കണക്കിനിടുക. കായപ്പൊടി, ഇതെല്ലാം ഇട്ടതിന് ശേഷം മുമ്പേ കലക്കി വെച്ചിരുന്ന ആ തൈര് ചേർക്കാം. ഇത് ചൂടാക്കാം. ഇത് നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ആ വറുത്ത് കോരി വെച്ചിരുന്ന ബജിയ ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ചൂടായി. ഇനി നമുക്ക് ഈ ബജി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്കങ്ങ് ഓഫ് ചെയ്യാം.
നമ്മളുടെ കടി തയ്യാർ.